നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കരുതലും കൈത്താങ്ങും അദാലത്തിന് ചേർത്തലയിൽ തുടക്കമായി. അദാലത്തുകൾ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമെന്ന് മന്ത്രി പി പ്രസാദ്. സർക്കാരിന്റെ മികച്ച ഇടപെടൽ പരാതികളുടെ എണ്ണം കുറയ്ക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ആലപ്പുഴ നഗരസഭ ഏൻപുരമ്പാടിൽ കാർഷിക വികസന ബാങ്കിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 2 മാസത്തോളമായിട്ടും പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വാർഡ് കൗൺസിലർ സുമ പ്രദേശത്ത് കുത്തിയിരിപ്പ് സമരം നടത്തി. അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച MT അനുസ്മരണം HSLM ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് KP കൃഷ്ണദാസ് ചടങ്ങിൽ അധ്യക്ഷനായി. എരുമേലി പേട്ടതുള്ളി ശബരിമല ദർശനത്തിനായി അമ്പലപ്പുഴ സംഘം തിങ്കളാഴ്ച യാത്ര തിരിക്കുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ആലപ്പുഴ തുമ്പോളി കലാലയ വായനശാലയുടെ 48ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ചടങ്ങിൽ ജോയി ആന്റണി അനുസ്മരണാർത്ഥം നൽകുന്ന പ്രഥമ കലാലയ പുരസ്കാരം കവിയും അധ്യാപകനുമായ പുന്നപ്ര ജ്യോതികുമാറിന് സമ്മാനിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ് ലൈറ്റ് പ്രവർത്തനരഹിതമായി ആഴ്ചകൾ കഴിഞ്ഞിട്ടും പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് നാട്ടുകാരുടെ ആക്ഷേപം. വാർത്തകൾ വിശദമായി. കരുതലും കൈത്താങ്ങും അദാലത്തിന് ചേർത്തലയിൽ തുടക്കമായി. അദാലത്തുകൾ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. അതേസമയം സർക്കാരിന്റെ മികച്ച ഇടപെടൽ പരാതികളുടെ എണ്ണം കുറയ്ക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും അഭിപ്രായപ്പെട്ടു. അദാലത്തുകളിൽ എത്തുന്ന പരാതികളുടെ എണ്ണം കുറയ്ക്കുന്നത് സർക്കാരിന്റെ മികച്ച ഇടപെടലിന്റെ സൂചനയെന്ന് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും ചേർത്തല താലൂക്ക് അദാലത്ത് സെയിന്റ് മൈക്കിൾസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുറച്ചല്ല, കാര്യമായ കുറവ് വന്നിട്ടുണ്ട്. അതിന് കാരണം കഴിഞ്ഞ അദാലത്തിൽ നടത്തിയ പരിഹാരങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചു. എന്നാൽ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും സാധാരണപ്പെട്ട മനുഷ്യനുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ട്. ആ പ്രശ്നങ്ങൾ ഏറെക്കുറെ വീണ്ടും ചർച്ച ചെയ്ത് പരിഹാരം കാണുക എന്നതാണ് ഈ അദാലത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അദാലത്തുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. ഇതിന് ശേഷവും ഇപ്പോൾ വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട പരാതികളും, അതായത് നിയമപരമായി പരിഹരിക്കേണ്ട, നിയമനിർമ്മാണമടക്കം ചെയ്യേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. കൂടാതെ ഇവിടെ വരുന്ന പരാതികളിൽ ഇവിടെ പരിഹരിക്കാൻ കഴിയാത്ത പരാതികളുടെ നിയമനിർമ്മാണം അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. തുടർന്നും ഈ ഗവൺമെന്റ് കാലത്ത് അത്തരം പ്രശ്നങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഇന്ന് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ശാശ്വതമായി പരിഹരിക്കാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. മുൻകാലങ്ങളിൽ നടത്തിയ അദാലത്തുകൾ വലിയ വിജയമാവുകയും ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇത്തവണ പരാതികൾ കുറഞ്ഞത്. ഫിഷറീസ് മന്ത്രി എന്ന നിലയിൽ 47 അസംബ്ലി മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച തീരസദസ്സുകൾ വഴി മത്സ്യമേഖലയിലെ 28,000 അപേക്ഷകളിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കാനായി. അതുപോലെ തന്നെ വനം, റവന്യൂ, തദ്ദേശ വകുപ്പുകൾ നടത്തിയ അദാലത്തുകളിലും ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കപ്പെട്ടു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി അദാലത്തുകൾ ഇനിയും നടത്തുമെന്നും നിയമനിർമ്മാണം വേണ്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തിയും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അദാലത്തുകൾ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണെന്നും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ പരാതിക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വേഗത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ നയം. നിയമത്തിനും ചട്ടത്തിനും അകത്ത് നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ 19 AAY റേഷൻ കാർഡുകളും 3 PHH കാർഡുകളും മന്ത്രിമാർ വിതരണം ചെയ്തു. MLA-മാരായ PP ചിത്തരഞ്ജൻ, ദലീമ ജോജോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിജി മോഹനൻ, VR രജിത, ഗീത ഷാജി, ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ, ADM ആശ C. അബ്രഹാം, സബ് കളക്ടർ സമീർ കിഷൻ, ഡെപ്യൂട്ടി കളക്ടർ C. പ്രേംജി, തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 10 മണിയോടുകൂടി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് ആരംഭിച്ചു. പുതിയ അപേക്ഷകൾ സ്വീകരിക്കുവാനും അദാലത്ത് വേദിയിൽ സൗകര്യമൊരുക്കിയിരുന്നു. റിസപ്ഷൻ, അന്വേഷണ കൗണ്ടറുകൾ, ലഘുഭക്ഷണ സൗകര്യം, വൈദ്യസേവനം, കുടിവെള്ളം എന്നിവയ്ക്കുള്ള പ്രത്യേക സൗകര്യങ്ങളും അദാലത്ത് വേദികളിൽ ഒരുക്കി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.
ആലപ്പുഴ നഗരസഭ ഏൻപുരം വാർഡിൽ കാർഷിക വികസന ബാങ്കിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 2 മാസത്തോളമായിട്ടും പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തി. ആലപ്പുഴ നഗരസഭ ഏൻപുരം വാർഡിൽ കാർഷിക വികസന ബാങ്കിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 2 മാസത്തോളമായിട്ടും പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വാർഡ് കൗൺസിലർ സുമ പ്രദേശത്ത് കുത്തിയിരിപ്പ് സമരം നടത്തി പ്രതിഷേധിച്ചു. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്ന ആപ്തവാക്യം ജലവകുപ്പ് പേപ്പറിൽ എഴുതിവെക്കുന്നതല്ലാതെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയാൽ പോലും അത് നന്നാക്കാൻ പലതവണ പരാതിപ്പെട്ടാലും അധികൃതർ തയ്യാറാകുന്നില്ല എന്നാരോപിച്ചാണ് ഏൻപുരം വാർഡ് കൗൺസിലർ സുമ പൈപ്പ് ലൈൻ പൊട്ടി നിറഞ്ഞ മലിനജലത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. പ്രശ്നത്തെ സംബന്ധിച്ച് നിരവധി തവണ താൻ ജലവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതായും എന്നാൽ പരാതിക്ക് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് തനിക്ക് ഇത്തരമൊരു സമരവുമായി രംഗത്തെത്തേണ്ടി വന്നതെന്നും കൗൺസിലർ സുമ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. വാർഡില് വെള്ളം പൊട്ടി ഒഴുകുന്നുണ്ട്. ശുദ്ധജലമാണ് പൊട്ടി ഒഴുകുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ഏറ്റവും വലിയ മെസ്സേജാണ് ജലം അമൂല്യമാണ്, ഒരു തുള്ളി പോലും നിങ്ങൾ പാഴാക്കരുതെന്നുള്ളത്. ഇവിടെ ഒരു പൊട്ടൽ തുടങ്ങിയിട്ട് മാസം 2 മാസത്തിന് മേളിലായി ഈ പൊട്ടൽ തുടങ്ങിയിട്ട് 3 പൊട്ടലുകളുണ്ട്. ഈ പൊട്ടലുകൾ ഇവിടെ വലിയ കുഴിയായിട്ട് രൂപം പ്രാപിക്കുകയും അതിൽ ആളുകൾ വീഴുകയും നിരന്തരം അവിടെ പോയി പരാതി പറയുകയും ചെയ്തു. ഒരു നടപടി അവിടെ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ആ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ആള് വരികയും നാളെ രാവിലെ തന്നെ അടിയന്തരമായി നന്നാക്കുമെന്ന് പറഞ്ഞ ഉറപ്പിന്മേൽ സമരം തൽക്കാലത്തേക്ക് പിൻവലിക്കുകയാണ്. പ്രശ്നത്തിന് പരിഹാരം കാണാതെ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന് അറിയിച്ചതോടെ ജലവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും 24 മണിക്കൂറിനുള്ളിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചതായും കൗൺസിലർ കൂട്ടിച്ചേർത്തു. അതേസമയം മലിനജലം കെട്ടിക്കടന്ന് റോഡരികിൽ കുഴിയാവുകയും നിരവധി പേർ കുഴിയിൽ വീണ് അപകടം സംഭവിച്ചതായി പ്രദേശവാസികളും സമീപത്തെ വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച MT അനുസ്മരണം HSLMMലെ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് KP കൃഷ്ണദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാല സംഘടിപ്പിച്ച MT അനുസ്മരണം HSLMMലെ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ ഓരോ കൃതികളെ കുറിച്ചുകൊണ്ട് ഞാൻ വിശദമായി പറഞ്ഞു പോകുന്നതായിട്ട് ഇവിടെ മറ്റുള്ളവർ കൂടി എല്ലാവരും കുറേശ്ശെയായിട്ട് സ്വാഭാവികമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. MT നമ്മളെ വേർപിരിഞ്ഞു പോകുമ്പോൾ കമലഹാസൻ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, സാധാരണ മനുഷ്യരെയാണ് വേർപിരിയുമ്പോൾ യാത്രയാക്കാൻ പറ്റുന്നത്. MT അങ്ങനെ യാത്രയാക്കാൻ പറ്റില്ല, വിട പറയാൻ കഴിയില്ല സാറേ എന്ന് പറഞ്ഞിട്ടാണ് കമലഹാസൻ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സിനിമയുടെ ഒരു സാമൂഹികമായ ഒരു പ്രസക്തി അല്ലെങ്കിൽ അതിനൊരു വ്യത്യസ്തത നമുക്ക് നിശ്ചയമായിട്ട് കാണാൻ പറ്റും. സാഹിത്യമേഖലയെ കുറിച്ചൊക്കെ ഇവിടെ മറ്റുള്ള കൂടി സംസാരിക്കും. ആ സിനിമ കൂടുതൽ ഒരു കാമ്പുള്ളതായോ അല്ലെങ്കിൽ കലാമൂല്യമുള്ളതായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യമായ ഒരു ബന്ധമുള്ളതായോ മാറിയതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു മഹാനായ സാഹിത്യകാരൻ സിനിമാക്കാരനായി എന്ന ഒരു തലത്തിൽ നിന്നാണ്. നമ്മൾ മലയാള സിനിമയിൽ മൊത്തം നോക്കിക്കാണ്. ഇപ്പോൾ തിരക്കഥാകൃത്തുകൾ, കേരളത്തിലെ മലയാള സിനിമ തിരക്കഥാകൃത്തുകൾ നോക്കുമ്പോൾ ഇത്ര ഈടുറ്റ സാഹിത്യ സംഭാവന ചെയ്തൊരു സാഹിത്യകാരൻ ഒരു തിരക്കഥാകൃത്തായിട്ട് വേറെയില്ല. ഗ്രന്ഥശാല ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് KP കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ചെയർമാൻ പ്രൊഫസർ N ഗോപിനാഥപിള്ള, കവി കാവാലം ബാലചന്ദ്രൻ, വനിതാവേദി പ്രസിഡന്റ് M നാജ, VV രാധാകൃഷ്ണൻ, R ശ്രീകുമാർ, P അരുൺകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി NS ഗോപാലകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. എരുമേലി പേട്ടതുള്ളി ശബരിമല ദർശനത്തിനായി അമ്പലപ്പുഴ സംഘം തിങ്കളാഴ്ച രാത്രി തിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. എരുമേലി പേട്ടതുള്ളി ശബരീശ്വര ദർശനം നടത്തുന്നതിനും ആചാരപരമായ ചടങ്ങുകൾ നിർവഹിക്കാനുമായി അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘം സമൂഹ പെരിയോൻ N ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച യാത്ര തിരിക്കും. കരപ്പെരിയോന്മാരുടെ കാർമ്മികത്വത്തിൽ ഇരുമുടിക്കെട്ടി നിറച്ച് സ്വാമി ഭക്തർ ഞായറാഴ്ച രാത്രി അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തും. രാവിലെ ക്ഷേത്ര ചുറ്റുവിളക്കുകൾ തെളിയിച്ച് പ്രത്യേക വഴിപാടുകളും നടത്തിയാണ് 10 നാൾ നീളുന്ന തീർത്ഥാടനത്തിന് സംഘം യാത്ര തിരിക്കുക. ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശാനുസരണം മേൽശാന്തി കണ്ണമംഗലം കേശവൻ നമ്പൂതിരി എരുമേലി പേട്ടതുള്ളലിന് എഴുന്നള്ളിക്കാനുള്ള സ്വർണ്ണത്തിളമ്പ് പൂജിച്ച് സമൂഹ പെരിയോന് കൈമാറും.
തിടമ്പ് പ്രത്യേകം തയ്യാറാക്കി അലങ്കരിച്ച രഥത്തിൽ സ്ഥാപിച്ച് രഥഘോഷയാത്രയായി സംഘം യാത്ര തിരിക്കും. രഥത്തിനു പിന്നിലെ ഇരുമുടി കെട്ടേന്തി സ്വാമി ഭക്തർ നടന്നു നീങ്ങും. മുൻ സമൂഹ പെരിയോനും സംഘം രക്ഷാധികാരിയുമായ കളത്തിൽ ചന്ദ്രശേഖരൻ നായർ സംഘത്തെ യാത്രയാക്കും. ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിന് വിധേയമായി 250 അംഗങ്ങളാണ് സംഘത്തിനൊപ്പം ഉണ്ടാവുക. ഇതിൽ 35 പേർ മാളികപ്പുറങ്ങളാണ്. 10 വൈകിട്ട് എരുമേലി വാവരുപള്ളിയിൽ സമൂഹ പെരിയോന്റെ അധ്യക്ഷതയിൽ മതസൗഹാർദ്ദ സമ്മേളനം നടക്കും. 11 മതസൗഹാർദ്ദത്തിന് പേരുകേട്ട എരുമേലി പേട്ടതുള്ളൽ. അമ്പലപ്പുഴയിൽ നിന്നും സ്വാമിമാർ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്ന ശർക്കര, നെയ്, തേൻ, കൽക്കണ്ടം, മുന്തിരി എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന എള്ളു പായസമാണ് ദേവന് നിവേദിക്കുന്നത്. മകരവിളക്ക് ദർശനത്തിനു ശേഷം അമ്പലപ്പുഴക്കാരുടെ കർപ്പൂരാഴി പൂജ നടക്കും. മകരവിളക്കിന് പിറ്റേ ദിവസം മാളികപ്പുറത്ത് മണിമണ്ഡപത്തിൽ നിന്നും 18ാം പടിയിലേക്ക് ശിവേലി എഴുന്നള്ളത്ത് നടക്കും. തുടർന്ന് തിരുവാഭരണം ചാർത്തിയ അയ്യപ്പ വിഗ്രഹം ദർശിച്ച് 10 നാൾ നീളുന്ന തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് സംഘം മലയിറങ്ങും. സംഘം പ്രസിഡന്റ് ആർ ഗോപകുമാർ, സെക്രട്ടറി കെ ചന്ദ്രകുമാർ, വൈസ് പ്രസിഡന്റ് ജിതിൻ രാജ്, ഖജാൻജി ബിജു സാരംഗി, രഥയാത്രാ കൺവീനർ ആർ മധു വേലമ്പറമ്പ് എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകും. സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ള, സംഘം സെക്രട്ടറി കെ ചന്ദ്രകുമാർ, വൈസ് പ്രസിഡന്റ് ജിതിൻ രാജ്, ഖജാൻജി ബിജു സാരംഗി, രഥയാത്രാ കൺവീനർ ആർ മധു വേലമ്പറമ്പ് എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. അമ്പലപ്പുഴ യോഗം പേട്ട സംഘം അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട് വൃശ്ചികമാസം 1-ാം തീയതി മുതൽ ഏതാണ്ട് 51 ദിവസത്തെ വ്രതാനുഷ്ഠാനം കഴിഞ്ഞ് വൃശ്ചികം 1 മുതൽ 50 ദിവസം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം അന്നദാനവും 19 ആഴിപൂജകളും നടത്തി വ്രതപൂർത്തീകരണം കഴിഞ്ഞ് ജനുവരി 5-ാം തീയതി ഗുരുസ്വാമിമാരുടെ ശിക്ഷണത്തിൽ കെട്ടുനിറച്ച് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വന്ന് വിശ്രമിച്ച് അവരുടെ ശബരിമല യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുകയാണ്. 6-ാം തീയതി ആലപ്പുഴ തുമ്പോളി കലാലയ വായനശാലയുടെ 48ാമത് വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ചടങ്ങിൽ ജോയി ആന്റണി അനുസ്മരണാർത്ഥം നൽകുന്ന പ്രഥമ കലാലയ പുരസ്കാരം കവിയും അധ്യാപകനുമായ പുന്നപ്ര ജ്യോതികുമാർ സമ്മാനിച്ചു. തുമ്പോളി കലാലയ വായനശാലയുടെ 48ാമത് വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. തുടികെട്ടിപ്പാടിയുള്ള നാടുണർത്തൽ ഘോഷയാത്രയിൽ നിരവധി വനിതകളും കുട്ടികളും പുസ്തകത്താലമേന്തി പങ്കാളികളായി. വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിൽ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. പള്ളിക്കത്തയ്യിൽ ജോയി ആന്റണി അനുസ്മരണാർത്ഥമുള്ള പ്രഥമ കലാലയ പുരസ്കാരം കവിയും അധ്യാപകനുമായ പുന്നപ്ര ജ്യോതികുമാറിന് നോവലിസ്റ്റ് അശോകൻ പെരുവിൽ സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച കലാകായിക സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരെ മെമന്റോ നൽകി ചടങ്ങിൽ കലാലയ ആദരിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തനരഹിതമായി ആഴ്ചകൾ പിന്നിട്ടിട്ടും പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് നാട്ടുകാരുടെ ആക്ഷേപം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തനരഹിതമായി ആഴ്ചകൾ കഴിഞ്ഞിട്ടും പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് നാട്ടുകാരുടെ ആക്ഷേപം. രോഗികളും അവരുടെ ആശ്രിതരടക്കം നിത്യവും ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയുടെ കവാടമാണിപ്പോൾ ഇരുട്ടിന്റെ മറവിൽ അമരുന്നത്. രാത്രിയായാൽ തെരുവ് നായ്ക്കളും പരിസരത്ത് യഥേഷ്ടം വിഹരിക്കുകയാണെന്നും പ്രധാന കവാടത്തിലൂടെ ആശുപത്രിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന റോഡാകെ താറുമാറായി കിടക്കുന്നതിനാൽ തന്നെ ഇവിടുത്തെ വെളിച്ചക്കുറവ് എല്ലാവരെയും സാരമായി ബാധിക്കുന്നതായും പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. നിലവിൽ നിശ്ചലമായിരിക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റിന്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ഉടൻ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി രംഗത്തെത്തുമെന്നും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ വാതിൽക്കലുള്ള സ്ട്രീറ്റ് ലൈറ്റാണിത്. സ്ട്രീറ്റ് ലൈറ്റല്ല, ഹൈമാസ്റ്റ് ലൈറ്റ്. ഈ ലൈറ്റ് തൊട്ടടുത്താണ് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് അധികാരികൾ കിടക്കുന്നത്. ഈ ലൈറ്റ് ഓഫായിട്ട് രാത്രി വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വരുന്ന യാത്രക്കാർ ഈ ലൈറ്റിന്റെ വെട്ടം കണ്ടുകൊണ്ടാണ് ബസ് നിർത്തുന്നത്. അല്ലാതെ ഇവിടെ ഒരു വെട്ടവും ഇല്ല. ഇവിടെ ഇരുട്ടായി കിടക്കും. അത് ഇപ്പം തന്നെ കണ്ടോ, ഇത് ഇരുട്ടായി കിടക്കുവാണ്. ഇതിന്റെ വേണ്ടപ്പെട്ട അധികാരികൾ ഇത് യാതൊരു മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുതലും കൈത്താങ്ങും അദാലത്തിന് ചേർത്തലയിൽ തുടക്കമായി. അദാലത്തുകൾ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമെന്ന് മന്ത്രി പി പ്രസാദ്.
സർക്കാരിന്റെ മികച്ച ഇടപെടൽ പരാതികളുടെ എണ്ണം കുറയ്ക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ആലപ്പുഴ നഗരസഭ ഏൻപുരമ്പാടിൽ കാർഷിക വികസന ബാങ്കിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 2 മാസത്തോളമായിട്ടും പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വാർഡ് കൗൺസിലർ സുമ പ്രദേശത്ത് കുത്തിയിരിപ്പ് സമരം നടത്തി. അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച MT അനുസ്മരണം HSLM ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് KP കൃഷ്ണദാസ് ചടങ്ങിൽ അധ്യക്ഷനായി. എരുമേലി പേട്ടത്തുള്ളി ശബരിമല ദർശനത്തിനായി അമ്പലപ്പുഴ സംഘം തിങ്കളാഴ്ച യാത്ര തിരിക്കുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ആലപ്പുഴ തുമ്പോളി കലാലയ വായനശാലയുടെ 48ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ചടങ്ങിൽ ജോയി ആന്റണി അനുസ്മരണാർത്ഥം നൽകുന്ന പ്രഥമ കലാലയ പുരസ്കാരം കവിയും അധ്യാപകനുമായ പുന്നപ്ര ജ്യോതികുമാറിന് സമ്മാനിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ് ലൈറ്റ് പ്രവർത്തനരഹിതമായി ആഴ്ചകൾ കഴിഞ്ഞിട്ടും പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് നാട്ടുകാരുടെ ആക്ഷേപം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.